ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ടെല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. ഓക്കെ, യെസ്, ഹെഡ് പഠിച്ചു അല്ലേ? ഫസ്റ്റ് കിഴി ഒരു 1.5 സാധനം തരാം. ഓ, 1 2 ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പറയാൻ പറ്റില്ല എത്ര ഉണ്ടെന്ന്. ഒന്നുള്ളൂ. മലയാളി ഫ്രം ഇന്ത്യ. ഒന്ന് മതിയല്ലോ. പിന്നെന്താ, നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമനെ. തീർച്ചയായിട്ടും നിവിൻസ് ബാക്ക് നമ്മൾ കണ്ടതാണല്ലോ. എന്തായാലും ധ്യാൻ ശ്രീനിവാസനും ഒരു പ്രധാന വേഷത്തിലുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ മെയ് 1 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് അതങ്ങ് കൺഫേം ചെയ്തു. ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു മെയ് 1 എന്നുള്ളത് ചാൻസ്. പക്ഷെ അതങ്ങ് കൺഫേം ചെയ്തിട്ടുണ്ട്. യെസ്, ഡിജോ ജോസ് ആന്റണിയാണ് സിനിമയുടെ സംവിധായകൻ. അടുത്തത് റൈഫിൾ ക്ലബ്. യെസ്, സിനിമയുടെ പൂജ, സ്വിച്ച് ഓൺ എല്ലാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ആഷിഖ് അബു ആണ് ഡയറക്ടർ. എന്താണെങ്കിലും കൊള്ളാം. എന്തായാലും വളരെ ആവേശത്തിലാണ് ടീം. പിന്നെ ഫോട്ടോസും വീഡിയോസും കൂടെ കാണിക്കാം. ഓക്കെ, അടുത്ത കിഴി ഇളയരാജ. നമ്മുടെ ധനുഷ് നായകനാവുന്ന സിനിമ. ഇളയരാജയായിട്ട് ധനുഷ് എത്തുന്നു. പൂജാ സെറമണിയൊക്കെ കഴിഞ്ഞു. പിക്ചേഴ്സ് കാണാം. ഫസ്റ്റ് ലുക്ക് ഉണ്ട്. അതായത് പക്ക ഞാൻ കരുതിയില്ല കേട്ടോ ഇളയരാജ ആയിരിക്കും സിനിമയുടെ പേര്. ഇളയരാജ എന്തായാലും കിട്ടിയതിന് പോസ്റ്ററല്ലേ. പഴയ ചെന്നൈ സെൻട്രലിലെ ആ ബിൽഡിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ വർക്ക് ചെയ്തേക്കാണ് പഴയ സെറ്റപ്പിലേക്ക്. നല്ല അടിപൊളി. അതുപോലെ എന്താണെങ്കിലും സൂപ്പർ ആയിരിക്കും. കാരണം ആളുടെ ജീവിതമാകുമ്പോഴേ ഒരുപാട് സോങ്ങുകളുടെ ഉത്തൊഴുക്കായിരിക്കും സിനിമയില്. അരുൺ മതേശ്വരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആരാണ് അതിന്റെ മ്യൂസിക്? ഇളയരാജനെയാണോ? ഞാൻ അതിന്റെ ഇടയിൽ എ റഹ്മാനാണോ എന്ന് എനിക്ക് സംശയം വന്നു. എ റഹ്മാനാണോ? അപ്പൊ ഇളയരാജക്ക് എ റഹ്മാൻ മ്യൂസിക് കൊടുക്കുമോ? ഇളയരാജനെ ആയിരിക്കും. ഞാൻ അത് നോക്കിയില്ല കേട്ടോ. അതൊരു ചോദ്യമാണ്. ഞാൻ എന്ന് പറഞ്ഞങ്ങ് നിർത്തി. അടുത്തത് പ്രേമലു. അയ്യോ, പ്രേമലു തമിഴില് റിലീസായിട്ടുണ്ട്, ഡബ്ഡ് വേർഷൻ. സിനിമ കണ്ടിട്ട് ശിവകാർത്തികേയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവർക്കും ആ ഒരു ക്രൂവിനും ടീമിനും ഒക്കെ കൺഗ്രാസ് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ഫണ്ണി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇനി വേറൊരു കാര്യമാണ് പറയാനുള്ളത്. സിനിമ OTT റിലീസിന് ഒരുങ്ങുന്നു. മലയാളം വേർഷൻ. യെസ്, മാർച്ച് 29 ഹോട്ട്സ്റ്റാറിൽ വരുമെന്നാണ് ഇപ്പൊ അറിയാൻ പറ്റിയത്. ഒഫീഷ്യലി വന്നിട്ടില്ല. ഒഫീഷ്യലി അടുത്ത തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവും. യെസ്, ഓക്കെ. അടുത്ത കിഴി ദ ഗോഡ് ലൈഫ്. ആടുജീവിതം സിനിമയുടെ FDFS, അത് 9 AM. 9 മണിക്ക് രാവിലെ നമുക്ക് FDFS കാണാം കേരളത്തിൽ. പിന്നെ ഇതിന്റെ സോങ് വന്നിട്ടുണ്ട്. ഉണ്ടാവും. ഉണ്ടാവണേ. സാധാരണ ചില സിനിമകൾക്കൊന്നും ഉണ്ടാവാറില്ല. അല്ല, ഫാൻ ഷോ അല്ലല്ലോ. ഫാൻ ഷോ അല്ല, പക്ഷെ സാധാരണ ശരി കേട്ടോ. റെഗുലർ ഷോ 9 മണിക്ക് ആക്കിയാൽ അവിടെ വരും. ഇല്ലേ, നമ്മുടെ ഏത് സിനിമയായിരുന്നു റെഗുലർ ഷോ ആയിട്ട് വന്നത്? അത് ശരിയാ. ചിലതൊക്കെ അങ്ങനെ വരാറുണ്ട്. ഈ അടുത്ത് തന്നെ ഏതോ ഒരു സിനിമ അത് 9 മണിക്ക് ഇവിടെ വന്നു, ഭ്രമയുഗം. ബാക്കി എല്ലായിടത്തും 9:30 ഷോ. നമ്മുടെ അടുത്ത് കൂടി ഇല്ലായിരുന്നു. എന്താണെങ്കിലും നോക്കാം. പിന്നെ സോങ് കണ്ടിട്ടുണ്ടല്ലോ, കിളി പറഞ്ഞു പെരിയോനെ എന്നുള്ള സോങ്. എന്റെ മോനെ സൂപ്പറാണ്. അതും ആ സോങ്ങിന്റെ ഫീല് വേറെ, ആ സമയത്ത് കാണിക്കുന്ന വിഷ്വൽസ് കൊണ്ട് വേറൊരു രീതി. ടെക്നിക്കലി നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗംഭീരം, പൊളി. ആടുജീവിതമാണ് നമ്മുടെ ഇനി മുന്നിൽ കിടക്കുന്ന അല്ലേ? സത്യം. ഇനി എത്ര 7 ദിവസം കൂടി ഉള്ളൂ. മലയാള സിനിമന്റെ പെരുമങ്ങ് വാനോളം. 7 ദിവസം. SSMB 29. നമുക്കറിയാം, മറ്റേ എന്താ പറയാ, SS രാജമൗലി ഡയറക്റ്റ് ചെയ്തിട്ട് മഹേഷ് ബാബു നായകനാവുന്ന സിനിമയാണ്. ആ സിനിമയിലേക്ക് വില്ലനായിട്ട് ഹൃതിക് റോഷനും കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? നന്നായിരിക്കും. എന്നാ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. വില്ലനായിട്ട് സംഭവിച്ചാൽ 2 ചെറുപ്പക്കാർ തമ്മിലുള്ള യുദ്ധം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വില്ലന്റെ ഒപ്പായിരിക്കും. ഞാൻ ഹൃതിക് റോഷന്റെ ആളാണ്. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വില്ലൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഭാഗത്തിലേക്ക് മാറിപ്പോകും. കൊടുകട നായകൻ ജയിക്കാൻ പാടില്ല. ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രായമാവാത്ത 2 പേര്. അതെ,
രണ്ടുപേർക്ക് ഏകദേശം ഒരേ ഏജ് ഒക്കെ തന്നെയാണ്, അധികം വ്യത്യാസമൊന്നുമില്ല. പക്ഷെ രണ്ടുപേരും ഇപ്പോഴും 18-19 വയസ്സാണ്. അല്ലേ മഹേഷ് ബാബു ഒന്ന് വേർക്കും. ഹൃതിക് റോഷന്റെ ഒക്കെ ഒപ്പം വില്ലനായിട്ടൊക്കെ ഒന്ന് നിക്കണമെങ്കിൽ, അല്ല ശരി നായകനായിട്ടൊക്കെ ഒന്ന് പിടിച്ചു നിക്കണെങ്കിൽ, അല്ല ആൾക്കും അതിന്റെ പവർ ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല, അതുണ്ട്, എന്താ പറയാ, കുറച്ച് കൂടുതൽ ഇത് വേറെ രസമുണ്ട്. അതായത് ഹൃതിക് റോഷൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു എന്നുള്ള രീതിയിലാണ് റൂമേഴ്സ് വരുന്നത്. ആൾക്ക് വന്ന സെറ്റാട്ടോ, വന്ന സിനിമേന്റെ പവറേ മാറിയില്ലേ. പൊളി എന്റെ മുന്നോ. ഓക്കെ, അടുത്ത കിഴി കൽക്കി. കൽക്കി സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മെയ് 9 പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനി സാധ്യത, അതായത് ന്യൂ റിലീസ് ഡേറ്റ് വരാൻ സാധ്യത സെപ്റ്റംബർ 10 എന്നുള്ളതാണ്. സെപ്റ്റംബർ 10 എന്ത് ഏതൊരു സിനിമ റിലീസായത്? സെപ്റ്റംബർ 19 19 നമ്മുടെ സലാർ വന്നത് 10. സലാർ സെപ്റ്റംബറിലാണോ വന്നത്? സെപ്റ്റംബറിലല്ല, സെപ്റ്റംബറിൽ മാറ്റിയതല്ലേ സലാർ ഡിസംബറിലാണ് വന്നത്. അതെ, സെപ്റ്റംബർ 10 റിലീസ് ഡേറ്റ് ഒരു പ്രഭാസിന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ ആദിപുരുഷാണോ? അത് ഏതായിരുന്നു? അത് തന്നെയായിരിക്കൂലേ. പറഞ്ഞത്. അടുത്തത് മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവി. സിനിമയില് സുരേഷ് ഗോപി ഒരു കാമിയോ റോൾ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഈ കേൾവി ഞങ്ങള് ആദ്യമേ അങ്ങനെ പറയണ്ട. അതെ, അല്ല അത് പറയണ്ട, ശരിയാ. ഓൾറെഡി എന്തായാലും സുരേഷ് ഗോപി കാമിയോ റോളിൽ എത്തുമെന്നാണ് കേൾക്കുന്നത്. ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷൻ വരാൻ പോവാണല്ലോ. അപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിട്ട് അതൊന്ന് വെയിറ്റ് ചെയ്തതാണ്. സിനിമ ഹോൾഡ് ചെയ്ത് തന്നെ അതുകൊണ്ടാണ്. അതായത് SGയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ SG അതിൽ വരില്ല. എന്തായാലും അതുകൊണ്ടാണ് ഇത്ര കുറച്ച് നീണ്ടു പോകുന്നത് തന്നെ ഷൂട്ടിന്. കാമിയോ ആയിട്ട്. അപ്പോൾ കാമിയോ ആയിട്ട് സുരേഷ് ഗോപി വന്നാൽ ഞെട്ടും. അപ്പോൾ ഒന്ന് ആൾറെഡി ചാക്കോച്ചനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, പിന്നെ മമ്മൂക്കയാണ് നായകൻ. സുരേഷ് ഗോപി കൂടെ വന്നാൽ ഇയാൾ സിനിമ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ല, ഓരോരുത്തർക്കും ഇപ്പൊ അതിന് പ്രധാനപ്പെട്ട കൊടുക്കേണ്ടി വരുമല്ലോ. ഇത് ചെറിയ സാധനം നല്ലല്ലോ. ഓക്കെ, അടുത്തത് RRR 2, അതായത് പാർട്ട് 2. സിനിമ ചെയ്യണമെന്നുള്ള ഐഡിയ ആൾക്കുണ്ട്, അതിനുള്ളൊരു ഐഡിയ ആൾക്കുണ്ട് എന്നുള്ളതാണ്. അതായത് സിനിമ ചെയ്യണമെന്നുള്ള ഐഡിയ ഉണ്ട്, അത് എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ആൾക്കുണ്ട്. രണ്ടും ഐഡിയ എന്തായാലും പക്ഷെ ഇപ്പൊ പറയില്ല. എന്തെന്ന് പരിപാടിയാണത്? അതെന്ത് പരിപാടിയാണ്? എന്താ പറയുക, ഇതിന് കൂടുതൽ പ്രാധാന്യം വരും. SSMB 29 നിൽക്കുമ്പോൾ അത് മാത്രം മതി. അതിന് പ്രാധാന്യം ഇപ്പൊ തന്നെ കൂടിയല്ലോ. ചെറുക്കാൻ വരുന്നില്ലേ വില്ലനായിട്ട്? അമ്പോ, അവിടെ ചെക്കൻ വന്നെങ്കിൽ പ്രാധാന്യം കുറച്ച്. പിന്നെ എനിക്ക് എല്ലാത്തിനും മുകളിൽ ഞാൻ ആഗ്രഹിക്കുന്ന സിനിമ അതായിരിക്കും. തീർച്ചയായിട്ടും ഹൃതിക് റോഷൻ വന്ന. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 6 മണിക്ക് കലക്കും. ഓക്കെ, ഇന്നറിയാം സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. ടീസർ ഏതാണ്ട് നമ്മൾ കണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ വരട്ടെ, കാത്തിരിക്കുന്നു 6 മണിക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിയാക്ഷനായിട്ട് കാണാം കേട്ടോ. പിന്നെന്താ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, പോന്നോട്ടെ. തഗ് ലൈഫ്. കൊള്ളാം, നല്ലതാ, കൊള്ളാം. തഗ് ലൈഫ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്സ്. നമ്മുടെ കമൽഹാസൻ ഇതിൽ 3 ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് 3 വേഷത്തിലാണോ 3 വ്യക്തികളാണോ ഒന്നും അറിയില്ല. മിക്കവാറും 3 ക്യാരക്ടേഴ്സ് ആയിരിക്കും. ട്രിപ്പിൾ റോൾ ആവാൻ ചാൻസ് ഇല്ല. സാധ്യത അല്ലേ? അല്ല, വേറെ കാര്യമുണ്ട്. അതിന് സാധ്യത എന്താണെന്നറിയോ? അതായത് സിനിമ 2 പീരിയഡിൽ പറയുന്ന കഥയാണ്. അപ്പോൾ ഒരു പീരിയഡിൽ ഒരാളുണ്ടാവും, അതിനുശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരിയഡിൽ 2 ആളുണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കും 3 എണ്ണം. അതാണൊന്നും അങ്ങനെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഒരാള് ചെറുപ്പം മുതൽ ആ ഒരു ഏജിലേക്ക് വരുന്ന സംഭവമാണെങ്കിലോ അങ്ങനെയാവാം. അങ്ങനെയാണെങ്കിൽ 3 ലുക്കാവും. പക്ഷെ 3 ക്യാരക്ടർ എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ റൂമേഴ്സ് വന്നിരിക്കുന്നത് 3 ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഷൂട്ട് ഇപ്പോൾ നടക്കുന്നില്ല. അതിന്റെ ഒരു 5 ദിവസത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേ കുറിച്ച് അങ്ങ് കൊടുക്കാതെ വെറുതെ ഒന്നും വരില്ല. അല്ല, ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. മൊത്തത്തിൽ റൂമർ നല്ല പറയണേ, എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ അതങ്ങ് പൊലിപ്പിക്കും. പക്ഷെ മൂപ്പർക്ക് ഇത് സിമ്പിളാണ്. മൂപ്പർ സിമ്പിളാണ്. 10 വേഷം ചെയ്ത മൂപ്പർക്കാണോ ഈ 3? ഞാൻ പിടിച്ചോ. ഫൈറ്റർ
ഫൈറ്റർ സിനിമ സർപ്രൈസ്. OTT റിലീസ് ആയിട്ടുണ്ട് ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ. ഹിന്ദി വെർഷനാണ് വന്നിട്ടുള്ളത്. യെസ്, അപ്പം തിയേറ്ററിൽ മിസ് ചെയ്തവരൊക്കെ പോയി കാണാം. പാഞ്ഞോള ഡൗൺലോഡ് ചെയ്തോളാം, കണ്ടോളാം. എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം? നെറ്റ്ഫ്ലിക്സിൽ അല്ല അതിനെ അവിടെ പോയിട്ട് സ്ട്രീം ചെയ്താൽ പോരെ? ആ എന്നാലും പറഞ്ഞത് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നോ? ഇല്ലേ ഇല്ലല്ലേ? അത് ആർക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. വൈകിട്ട് കാണാം, വൈകിട്ട് വർഷങ്ങൾക്ക് ശേഷം.